മതിയെങ്കിൽ നമുക്കൊരു ദിവസം മൊത്തം ജീവിക്കാൻ പറ്റും. എന്താ പറഞ്ഞ കർത്താവ്, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിരുമേനി രക്ഷിക്കണമേ. പ്രലോഭനം എന്തെല്ലാം ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. ഒരുത്ത സ്വിറ്റ്സർലൻഡിൽ പോയപ്പോഴും ഉടനെ അവൻ പറഞ്ഞ് അവിടെ 4 ലക്ഷം ശമ്പളമാണെന്ന് പറഞ്ഞു. ഉടനെ നമ്മുടെ വീട് സ്ഥലവും വിറ്റ് അപ്പനെയും അമ്മനെയും പുതപ്പിച്ച് കിടത്തിയിട്ട് നമ്മൾ സ്വിറ്റ്സർലൻഡിൽ പോകും. പ്രലോഭനമാണ്. അവിടെ ചെന്നപ്പോൾ കൂട്ടുകാരൻ ജോലി കിട്ടി, അവൻ്റെ ജോലി തന്നെ നമ്മളവിടെ ചെന്നപ്പോൾ അവൻ്റെ ജോലിയും പോയി. അങ്ങനെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. നമ്മളെല്ലാം നന്മയായിട്ട് തോന്നണതാണത്. ഈ പ്രലോഭനത്തിൽ ഉൾപ്പെട്ട് കേരളം ഒരു പരുവത്തിലായി, കണ്ടവൻ്റെ കയ്യിലുമായി, നമ്മുടെ കിഡ്നി വരെ ബാങ്കുകാരൻ്റെ കയ്യിലായി. എന്താണ് അല്ല തമസല്ലേ? എല്ലാവരുടെ കിഡ്നിയും പണയമാണ്. ഇടയ്ക്കൊന്ന് തപ്പി നോക്കണേ, ബാങ്കുകാർ അടിച്ചിട്ട് പോയാന്നറിയത്തില്ല. അതിൻ്റെ പ്രശ്നം വെച്ചാൽ ഓരോ കാര്യം വരുമ്പോൾ മക്കളെടുത്ത് ചാടും, നമ്മളെ കൂടെ ചാടും. എന്നാൽ ക്യാമറ വെള്ളത്തിലോട്ട് പോട്ടെ, ആ വെള്ളത്തിലോട്ട് പോട്ടെ, നമ്മൾ മക്കളുടെ കൂടെ ചാടുകയാണേ. മക്ക് വിവരമില്ല പറഞ്ഞായിരിക്കും ചിലപ്പോഴേ അവിടെ കൂട്ടുകാരൻ്റെ പോയെന്ന് പറഞ്ഞാൽ നമ്മളുടനെ വീടും സ്ഥലവും വിറ്റ് ആ പിള്ളേരുടെ കൂടെ വെള്ളത്തിൽ ക്യാമറയുമായിട്ട് ചാടണം പോലെ ചാടിയതാണ്. അങ്ങനെ വരുമ്പോൾ ഞങ്ങളെ എപ്പോഴും നമ്മൾ ഇത് പ്രാർത്ഥിക്കണം. എന്താണ്? ഞങ്ങളെ സ്വർഗ്ഗസ്ഥനായ പിതാവ് മൊത്തം പ്രാർത്ഥിക്കുന്നതിനേക്കാളും അത് നിങ്ങൾ പ്രാർത്ഥിച്ചോ, പക്ഷേ അതിൻ്റെ ഓരോ വരിയും രാവിലെ എഴുന്നേൽക്കുമ്പോൾ അന്നു വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ, അന്ന് ഇന്നത്തെ കാര്യം നടത്തി തരണമെന്നാണ്. അതിൽ ഏറ്റവും വലിയ സംഭവം വരും അത്. പിന്നെ എന്താണ്? ഞങ്ങൾക്ക് എന്തെല്ലാം നടത്തി തന്നാലും ഞങ്ങൾ പ്രലോഭനത്തിൽ വീണ് കഴിഞ്ഞാൽ ഈ ജന്മത്ത് പൊങ്ങി വരത്തില്ല. കാരണം നമ്മുടെ വീടും കുടിയും എല്ലാം പാട്ടത്തിലും കടത്തിലുമായി. നമ്മൾ ഒരു മെത്തയുടെ പരസ്യം കാണുമ്പോൾ തോന്നും, ഒരു മെത്തയുടെ പരസ്യം കണ്ട് പപ്പ നല്ല മെത്ത, നല്ല അടി, നമുക്കതൊരെണ്ണം മേടിക്കണം. എന്തിനാണ്? വാടക വീട്ടിൽ ഇടാനാണ്. അപ്പം ചോദിക്കണം അതാണ്. ഈ പരസ്യം കാണുമ്പോൾ മക്കൾ ചാടും, പക്ഷേ അപ്പം പറയും ഇത് നമ്മൾ വാടക വീട്ടിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ അയാൾ ഇറങ്ങാൻ വരുമ്പോൾ ഈ മെത്തയും കൂടി വലിച്ചോണ്ടിട്ട് ഇപ്പം നമുക്ക് വെറുതെ പോയാൽ മതി. നമ്മൾ വാടക വീട്ടിൽ കൊണ്ടുപോയി മെത്ത ഇട്ട് കഴിഞ്ഞാൽ ഇത് നമ്മൾ അടുത്ത വണ്ടിക്ക് ഏത് ഓട്ടോറിക്ഷക്കാരനും പിന്നെ 120 രൂപ വരെ കൊടുക്കണം ഈ മെത്ത ചുമക്കാൻ വേണ്ടി. അതാ പ്രശ്നം. അപ്പോൾ ഒരു പ്രലോഭനത്തിൽ വീണതാണ് ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ടാണ് കർത്താവ് നേരത്തെ അഡ്വാൻസ് ആയിട്ട് ഒരു പ്രൊട്ടക്ഷൻ പ്രെയറാണത്. അതിൻ്റെ അകത്ത് എന്തെല്ലാം ഉണ്ടെന്നറിയാം. പ്രൊട്ടക്ഷൻ പ്രെയർ ഉണ്ട്, ഡെലിവറൻസ് പ്രെയർ ഉണ്ട്, ഡെയിലി മെയിൻ്റനൻസ് പ്രെയർ ഉണ്ട്. സ്വർഗ്ഗസ്ഥനായ പിതാവിൽ നിങ്ങൾ എന്നാ ജാതി ആയാലും ശരി, ആ സ്വർഗ്ഗസ്ഥനായ പിതാവ് ഒന്ന് പഠിച്ചു വെക്കണം. നല്ലതാണ് കേട്ടോ. ഏത് സമയത്ത് കരകയറുന്നൊരു പിടിയും കിട്ടത്തില്ല, അത്ര സൂപ്പറാണ്. അതിൻ്റെ കൂടെയുള്ള അമ്മയുടെ നന്മ നിറഞ്ഞ പറയും നിനക്ക് സ്വസ്തി, കർത്താവ് നിന്നോട് കൂടി എന്നുള്ളതും ദൈവഹിതത്തിൽ നിന്ന് കീഴ്വഴങ്ങിക്കൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് ഒരു ആധ്യാത്മിക മുന്നേറ്റം നടത്താൻ അമ്മ നിങ്ങളുടെ കൂടെ വരുന്ന പ്രാർത്ഥനയാണ് നന്മ നിറഞ്ഞ പറയും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 മഹത്വം മഹത്വം ഹല്ലേലൂയ 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 ഈശ്വര ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ സ്വർഗീയ തുമ്മനരേ കൃപാസനത്തിൻ്റെ അമ്മേ പ്രസാദം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പത്രോസിന്റെ ക്രിസ്തുവിലേക്കുള്ള ദൂരത്തില് ഒരു ട്രാൻസിഷൻ എന്താണ്? ഒരു പെട്ടെന്നുള്ളൊരു ഷിഫ്റ്റിംഗ് വരുന്നുണ്ട്. ഷിഫ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്രോസ് നീ ക്രിസ്തുവാണെന്നെല്ലാം പ്രഖ്യാപിച്ച് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് പത്രോസിനോട് പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണെന്ന് പത്രോസ് പ്രഖ്യാപിച്ചു. എപ്പോഴും നമ്മളൊരു ട്രാൻസിഷന് മുമ്പ് അല്ലെങ്കിൽ നമ്മളൊരു വിശ്വാസത്തിൻ്റെ 2ാം ഘട്ടത്തിൽ നമ്മൾ ക്രിസ്തുവിലേക്ക് എക്സ്ട്രാക്ഷൻ വരണം. ക്രിസ്തുവിനെ അറിഞ്ഞിട്ടും പിന്നെ കാണുന്ന സ്ഥലങ്ങളിലെല്ലാം നമ്മൾ പ്രാർത്ഥിക്കാൻ പോയാൽ പ്രശ്നമുണ്ടാവുന്നല്ല, നമ്മൾ ക്രിസ്തുവിനെ അത്ര കണ്ട് നമുക്ക് അനുഭവവേദ്യമാകാതെ വരും. പ്രശ്നം എന്താ? ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. വേണമെങ്കിൽ നിരീശ്വരവാദിയായിട്ട് ഞങ്ങൾ ഇവിടെ ജീവിക്കാം. നിരീശ്വരന്മാരൊക്കെ കണ്ടില്ലേ, ടി വിയിലിരുന്ന് ചർച്ച ചെയ്യുന്ന നിരീശ്വരന്മാർ ആരെങ്കിലും അവിടെ എല്ലാം നല്ല ആരോഗ്യമുള്ളവരല്ലേ? ടി വി ചർച്ച ചെയ്യണ എല്ലാ നിരീശ്വരന്മാരെന്ന് നോക്കി എല്ലാവരും നല്ല ആരോഗ്യമുള്ളവരും സൗന്ദര്യമുള്ളവരുമാണ്. അപ്പോൾ സൗന്ദര്യവും ആരോഗ്യം ഉണ്ടായെങ്കിൽ ഈശ്വരവിശ്വാസം വേണ്ടെന്ന് അവരെ കണ്ടാൽ മനസ്സിലാവും. നമ്മൾ ഈശ്വരൻ്റെ അടുത്ത് എന്തിനാണ് വിശ്വസിക്കുന്നത്? ഈ ഭൂമിക്ക് വേണ്ടിയല്ല, ഈ ഭൂമിക്ക് വേണ്ടി മാത്രമല്ല. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ് 1 കൊരിന്ത്യർ 15:19 ഈ ജീവിതത്തിന് വേണ്ടി മാത്രം പറഞ്ഞ ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയും നിർഭാഗ്യരാണ്. മനസ്സിലായില്ലേ? അപ്പം ഈ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ജോലിക്കും പ്രൊമോഷനും പെൻഷനും PR-നും മാത്രമാണ് നിങ്ങൾ ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ 1 കൊരിന്ത്യർ 15:19 പറയുന്നു നിങ്ങളെല്ലാ മനുഷ്യരെക്കാളും
എന്താണ്? ഹതഭാഗ്യരാണ്. നിരീശ്വരന്മാരെക്കാളും ഹതഭാഗ്യരാണ്. കാര്യം ഈ ജീവിതം അവർക്കുണ്ട്, നമുക്കുമുണ്ട്. പിന്നെ എന്താ വ്യത്യാസം? പിന്നെ എന്താ കെട്ടിയെടുത്ത് വിശ്വാസിയാകണത്? വിശ്വാസിയാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിത്യവിശ്വാസി എന്നാണ് എൻ്റെ അർത്ഥം. നിത്യത അവകാശമാക്കുക എന്നുള്ളതാണ്. ഈ ജീവിതത്തിൻ്റെ അപ്പുറത്തൊരു ജീവിതത്തെ, ക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കേണ്ട ഒരു ജീവിതത്തെ കണ്ടെത്തുകയാണ്. അതിനൊരു ട്രാൻസിഷൻ വേണം. അതിന് പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒത്തിരി ക്ഷേത്രങ്ങളെ, അതുപോലെ തന്നെ ദൈവസന്നിധാന സങ്കേതങ്ങളൊക്കെ നിലവിലുള്ള ദൈവസങ്കേതങ്ങളെ കാണിച്ചുകൊണ്ടാണ് ഈശോ ചോദിക്കണത്. അത് തന്നെയാണ് ഈ സമരക്കാർക്കും സംഭവിക്കുന്നത്. സമരക്കാർക്ക് ഒരു ക്രിസ്തുവിലേക്കുള്ള ട്രാൻസിഷന് മുമ്പ് ഇതുപോലൊരു മലയും അതുപോലുള്ള വിശ്വാസം കാണുന്നുണ്ട്. 4:20 എടുത്ത്. യോഹന്നാൻ 4:20. ഞങ്ങളുടെ പിതാക്കന്മാർ, അതേ കിടക്കണ സംഭവം കണ്ട ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധന നടത്തി. മൗണ്ട് ഗെരീസിം, അതാണ് മൗണ്ട് ഗെരീസിം, ഈ മലയിൽ ആരാധന നടത്തി. എന്നാൽ യഥാർത്ഥമായ ആരാധനാ സ്ഥലം ജെറുസലേമിലാണ് എന്ന് നിങ്ങൾ പറയുന്നു. അപ്പോഴേ ജെറുസലേമിന്റെ ആരാധന സ്ഥലത്തേക്ക് അപ്പോഴേ ഈശോ പറയുന്നൊരു വാക്കുണ്ട്. എന്താ പറയണ മറുപടി? യേശു പറഞ്ഞു സ്ത്രീയെ എന്നെ വിശ്വസിക്കുക. എന്നെ വിശ്വസിക്കുക എന്ന് പറഞ്ഞേ. സ്ത്രീയെ എന്നെ വിശ്വസിക്കുക. സ്ത്രീയെ അപ്പൊ എല്ലാ സ്ത്രീകളോടും പുരുഷന്മാരോടും പറയണതാണത്. എല്ലാ സ്ത്രീകളോടും പുരുഷന്മാരോടും പറയണതാണ്. അവിടെ ഇവിടെ ആരാധന ഉണ്ടല്ലോ എന്ന് പറയും സ്ത്രീയെ, പുരുഷ, എന്താണ്? എന്നെ വിശ്വസിക്കുക. പിന്നെന്താണ്? ഈ മലയിലോ പറഞ്ഞു, ഈ മലയിലോ ജെറുസലേമിലോ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു. അല്ല, വന്നു കഴിഞ്ഞു. ഇവിടെ വായിച്ചോളൂ. നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു. ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. എന്തെന്നാൽ രക്ഷ യഹൂദരിൽ നിന്നാണ്. ക്രിസ്തു വരണത് യഹൂദരിൽ നിന്നാണല്ലോ എന്നാണ്. രക്ഷ എന്ന് വെച്ചാൽ ക്രിസ്തുവാണ് അവിടെ. എന്നാൽ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. അല്ല, അത് ഇപ്പോൾ തന്നെയാണ്. എപ്പോഴാണ് നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിക്കണത്? ഒരു ട്രാൻസിഷൻ നിങ്ങളുടെ അതായത് അത്ഭുതങ്ങൾ, അതിനുശേഷം അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, അതിനുശേഷം വിശ്വാസത്തിൻ്റെ പ്രഥമപാഠം പിന്നിട്ട് നമ്മൾ പക്വതയിലേക്ക് കടക്കുമ്പോൾ ക്രിസ്തുവിനെ നമ്മൾ രക്ഷകനായിട്ട് സ്വീകരിക്കുന്നു. രക്ഷകനായി സ്വീകരിച്ച് കഴിയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ക്രിസ്തു അല്ലാത്ത എല്ലാത്തിനെയും, അല്ല നിത്യജീവൻ നൽകാത്ത എല്ലാത്തിനെയും നമ്മൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് മാറ്റും. എന്തു ചെയ്യും? എന്ത് പറയും? യുവർ ക്രൈസ്റ്റ് ദ സൺ ഓഫ് ദി ലിവിങ് ഗോഡ്. നീയാണ് ക്രിസ്തു, ജീവിക്കണ ദൈവത്തിൻ്റെ പുത്രനായ മിശിഹ എന്ന് പറയുമ്പോഴേ നിത്യതയിലേക്ക് നമ്മൾ ക്രിസ്തുവിലൂടെയാണ് ദൈവം നമ്മളെ ക്ഷണിക്കണത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഞങ്ങളെ അങ്ങയുടെ നാമത്തിലേക്ക് നിത്യതയിലേക്ക് ക്ഷണിക്കുകയും വിശ്വാസത്തിന്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് പക്വതയിലേക്ക് വളരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ.